ഇന്റർവ്യൂവിനിടയിൽ മോശമായി സംസാരിച്ച ആങ്കറോട് ദേഷ്യപ്പെട്ട രേണുസുതി. ഈ അടുത്ത് രേണുസുതി ബഹ്റൈനിൽ ഒരു ഇവന്റ് അതിഥിയായി പോയിരുന്നു. ഈ ഇവന്റിനിടെ ബൗൺസറിനൊപ്പം ഫോട്ടോ എടുത്തിരുന്നു. ഈ ഫോട്ടോയ്ക്ക് വന്ന മോശം കമന്റാണ് ആങ്കർ വായിച്ചത്. ചേച്ചി നിങ്ങൾ താങ്ങൂല, ജയിച്ചാലും കളി വിടാത്ത ടീംസാണ് എന്ന കമന്റ് വായിച്ച ആങ്കർ ചേച്ചി ശരിക്കും അങ്ങനെയാണോ എന്ന് ചോദിച്ചു. ഇതോടെ രേണു ദേഷ്യപ്പെട്ടു. കയ്യിലിരിക്കുന്ന ഗ്ലാസ്സിലെ വെള്ളം നിലത്തൊഴിച്ചു. മെയിൻ സ്ട്രീം വണ്ണിന് നൽകിയ അഭിമുഖത്തിലാണ് ഈ സംഭവം നടന്നത്. "നീ ഇപ്പോൾ പറഞ്ഞ കമന്റിന് നിന്റെ തലയിൽ കൂടി വെള്ളം ഒഴിക്കണം. നീ എന്റെ കിച്ചുവിന്റെ പ്രായമായി പോയി. എന്ത് വൃത്തികേടാണ് നീ ചോദിക്കുന്നത്? ഇതിനാണോ നീ എന്നെ വിളിച്ചു വരുത്തിയത്? കിച്ചുവിന്റെ പ്രായമായത് കൊണ്ട് നിന്നെ ഞാനൊന്നും പറയുന്നില്ല. കട്ട് ചെയ്തേക്ക് മതി" എന്ന് രേണു പറഞ്ഞു. എന്നാൽ അവതാരിക വിട്ടില്ല. "ഞാൻ കമന്റ് വായിച്ചെന്നേ ഉള്ളൂ. നിങ്ങൾ റേസ് ആക്കേണ്ട ആവശ്യമില്ലെന്ന് ഈ പെൺകുട്ടി പറഞ്ഞു." അപ്പോഴേക്കും രേണു കടുപ്പിച്ച് സംസാരിച്ചു. "ഇത്ര വൃത്തികെട്ട കമന്റാണോ വായിക്കുന്നത്? അതിന്റെ അർത്ഥം നിനക്കറിയാമോ? അമ്മയെപ്പോലുള്ള ഒരാളോട് ഇങ്ങനെയാണോ നീ ചോദിക്കേണ്ടത്? അത് കട്ട് ചെയ്ത് നിനക്ക് ചോദിക്കാമല്ലോ. നിന്റെ ദേഹത്ത് ഞാൻ ഒഴിക്കുന്നില്ല. എന്റെ മാന്യതയുള്ളത് കൊണ്ടാണ് ഒഴിക്കാത്തത്. വീട്ടിലെ ആരെങ്കിലും ഇങ്ങനെ ചോദിച്ചു നോക്കെടീ നീ. അടി കിട്ടും നിനക്ക്. അടിക്കാത്തത് എന്റെ മാന്യത. ഇങ്ങനെ ചോദിക്കുന്ന കുറേ എണ്ണമുണ്ട്. അതൊക്കെ നിന്റെ കയ്യിൽ വെച്ച മതി. ഇങ്ങോട്ട് വേണ്ട. നിർത്തിയേക്ക്" എന്നും രേണു പറഞ്ഞു. സോഷ്യൽ മീഡിയയിൽ പല അഭിപ്രായങ്ങൾ വീഡിയോയോടെ വൈറലായ പിന്നാലെ വരുന്നുണ്ട്. രേണുവിന്റെ പ്രതികരണത്തിന് കുറച്ച് പക്വത വന്നിരിക്കുന്നു. "എന്തിനാണ് ഇത് ഇങ്ങനെയൊക്കെ വിളിക്കുമ്പോൾ പോയി ഇരുന്ന് കൊടുക്കുന്നത്? ഇതൊക്കെ വെറും അഭിനയമല്ലേ? അല്ലാതെ ഈ ചാനലുകാർക്ക് ഇത് പോസ്റ്റ് ചെയ്യുമോ? പറയാനുള്ളത് ഇതുപോലെ മുഖത്തടിച്ച് കൊടുക്കണം." ഈ റീൽ കണ്ടിട്ട് രേണുവിനെ സപ്പോർട്ട് ചെയ്ത് കമന്റ് ഇടുന്നവരാണ് പൊട്ടന്മാർ. ചാനൽ റീച്ചിന് വേണ്ടി കാണിക്കുന്നു നാടകം അവർ പറഞ്ഞിട്ടാകും. അല്ലാതെ രേണു ഒരാളോട് ഇങ്ങനെ പെരുമാറില്ല എന്നിങ്ങനെ നിരവധി കമന്റുകൾ വരുന്നുണ്ട്. അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായ പേരുകൾ ഒരാളാണ് രേണുസുതി. രേണുസുതി വിടാതെ പിന്തുടരുകയാണ് ചിലർ. കൊല്ലം സുധിയും രേണുസുതിയും അടുത്തറിയുന്നവർ പോലും രേണുവിനെതിരെ തിരിഞ്ഞു. ലൈംലൈറ്റിൽ സജീവ സാന്നിധ്യമായ രേണുവിന്റെ സ്വകാര്യ ജീവിതം ചികഞ്ഞു പോകുന്നവർ ഏറെയാണ്. അധിക്ഷേപങ്ങൾ കടത്തോടെ രേണു പോലീസിൽ പരാതി പോലും പറയുന്ന പോലും ഉണ്ടായി. പ്രശ്നങ്ങളെല്ലാം മറികടന്ന് രേണു മുന്നോട്ട് നീങ്ങി. ആൽബം സോങ്ങും ഫോട്ടോഷൂട്ടുമായി മുന്നോട്ട് പോകുകയാണ്. ബിഗ് ബോസ് മലയാളം 7 സീസണിൽ രേണുസുതി മത്സരാർത്ഥിയായി എത്തിയത്. എന്നാൽ സ്വന്തം താല്പര്യപ്രകാരം രേണുസുതിക്ക് പുറത്തേക്ക് പോയി. ഭർത്താവ് നടൻ കൊല്ലം സുധി മരിച്ചതോടെ ജീവിതം വഴിമുട്ടിയ സാഹചര്യത്തിലാണ് രേണുസുതി അഭിനയ രംഗത്തേക്ക് കടന്നു വരുന്നത്.